ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിനായി ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല. 3 ഏകദിന മത്സരങ്ങളും 5 T20 മത്സരങ്ങളും ഉൾപ്പെടുന്ന പര്യടനം ഒക്ടോബർ 19-നാണ് ആരംഭിക്കുന്നത്. ഇന്ത്യക്ക് ഓസ്ട്രേലിയയിൽ പരമ്പര നേടിയെടുക്കുക എന്നത് വളരെ ശ്രമകരമായ ജോലി തന്നെയാണ്. ഏകദിന പരമ്പരയിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കുമ്പോൾ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിൽ കളത്തിലിറങ്ങും. ഏഷ്യ കപ്പ് കളിച്ച ഇന്ത്യയുടെ T20 ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളില്ലാതെയാണ് ഇന്ത്യ ഓസീസ് T20 പരമ്പരക്കും ഇറങ്ങുന്നത്. ആദ്യം ഏകദിന പരമ്പരയും പിന്നീട് T20 പരമ്പരയുമാണ് നടക്കുക. T20 പരമ്പര തുടങ്ങാൻ ഇനിയും സമയമുണ്ടെങ്കിലും ഇന്ത്യൻ ടീമിന് ആശങ്കയായി പരിക്കിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ മീഡിയം പേസ് ഓൾറൗണ്ടറായ ശിവൻ ദുബൈക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഏഷ്യ കപ്പിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനമാണ് ദുബൈ കാഴ്ചവെച്ചത്. ഫൈനലിലടക്കം ഇന്ത്യൻ നിരയിൽ തിളങ്ങിയ ദുബൈയിൽ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ ടീമിനുള്ളത്. പരിക്കിനെ തുടർന്ന് രഞ്ജി ട്രോഫിയിൽ നിന്നും ദുബൈ പിന്മാറിയിട്ടുണ്ട്. നിലവിലെ റിപ്പോർട്ട് പ്രകാരം ഓസീസ് പരമ്പരക്ക് മുമ്പ് ദുബൈക്ക് പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുക്കാനാകുമോ എന്ന കാര്യം സംശയമാണ്. ദുബൈക്ക് പരിക്കേറ്റതോടെ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പകരക്കാരനായി ആര് എത്തുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദുബൈ ഇന്ത്യയുടെ T20 ടീമിൽ സീറ്റ് ഉറപ്പിച്ചു വരവെയാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇത് താരത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ദുബൈ കളിക്കാത്ത പക്ഷം പകരക്കാരനായി മറ്റൊരു ഓൾറൗണ്ടറെ കൂടി ടീമിലേക്ക് എത്തിക്കേണ്ടതായി വരും. എന്നാൽ നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തിയതിനാൽ ദുബൈയുടെ അഭാവം ഉണ്ടായാലും ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കുറവാണെന്ന് തന്നെ കരുതാം. ഹാർദിക് പാണ്ഡ്യക്ക് ഇന്ത്യ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. ഏഷ്യ കപ്പിനിടെയാണ് ഹാർദിക്കിന് പരിക്കേറ്റത്. പേസ് ഓൾറൗണ്ടർമാർക്ക് നിർണായക റോളാണ് ഇപ്പോൾ ഇന്ത്യയുടെ T20 ടീമിലുള്ളത്. അതുകൊണ്ട് തന്നെ ദുബൈക്കും ടീമിൽ നിർണായക സ്ഥാനമുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് ശക്തമായ T20 ടീമിനെ തന്നെയാണ് ഇന്ത്യ അയക്കുന്നത്. താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ് എന്നത് ടീമിന്റെ പ്രതീക്ഷ ഉയർത്തുന്ന ഘടകമാണ്. എന്നാൽ പല താരങ്ങൾക്കും വലിയ വെല്ലുവിളിയായി ഓസീസ് പരമ്പര മാറിയേക്കും. ഇന്ത്യയുടെ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന് ഓസ്ട്രേലിയയിൽ കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. ഏഷ്യ കപ്പിൽ ഓപ്പണറായി കളിച്ച ഗിൽ ശരാശരി പ്രകടനമാണ് നടത്തിയത്. യശസ്വി ജയ്സ്വാൾ അവസരത്തിനായി പുറത്തു നിൽക്കുന്നതും ഓപ്പണർ സ്ഥാനത്ത് നിന്ന് സഞ്ജുവിനെ മാറ്റിയതും ഗില്ലിന് സമ്മർദ്ദം നൽകുന്ന കാര്യമാണ്. സഞ്ജു സാംസണാണ് T20 ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പർ. മധ്യനിരയിലേക്ക് റോള് മാറ്റിയ സഞ്ജു ഏഷ്യ കപ്പിൽ നിർണായക പ്രകടനത്തോടെ തിളങ്ങിയിരുന്നു. എന്നാൽ ഓസീസ് സാഹചര്യത്തിൽ സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയാകും എന്നതാണ് കണ്ടറിയേണ്ടത്. ഓസ്ട്രേലിയയിൽ ഇതിനു മുമ്പ് 2020 കളിക്കാനെത്തിയപ്പോൾ സഞ്ജു സാംസണ് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. 3 മത്സരങ്ങളിൽ നിന്ന് 16 ശരാശരിയിൽ 48 റൺസ് മാത്രമാണ് സഞ്ജു അന്ന് നേടിയത്. ഓസ്ട്രേലിയൻ മണ്ണിൽ 2 വീതം 6കളും 4കളും അടിച്ച സഞ്ജുവിന്റെ ടോപ്പ് സ്കോർ 23 റൺസായിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഏറെ നാളുകളായി മോശം ഫോമിലാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ മികവ് പുറത്തെടുക്കുമ്പോഴും ബാറ്റർ എന്ന നിലയിൽ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തുകയാണ്. ഈ ചീത്തപ്പേര് ഓസീസ് പരമ്പരയിലൂടെ മാറ്റി ശക്തമായ തിരിച്ചുവരവ് നടത്തേണ്ടത് സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് തന്നെ പറയാം. എന്നാൽ സൂര്യകുമാർ യാദവിന്റെ ഓസ്ട്രേലിയൻ മണ്ണിലെ പ്രകടനം പ്രതീക്ഷ നൽകുന്നതാണ്. ഓസ്ട്രേലിയയിൽ 6 T20 മത്സരങ്ങൾ കളിച്ച സൂര്യകുമാർ യാദവ് 59.75 ശരാശരിയിൽ 239 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. 189 സൂര്യകുമാർ യാദവിന്റെ ഓസ്ട്രേലിയയിലെ സ്ട്രൈക്ക് റേറ്റ്. എന്തായാലും ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ടീം ഏകദിന T20 പരമ്പരകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ.